തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം വരെ രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയമാണ്. നമ്മൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ ആശയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നണിയുടെ മുൻപോട്ട് വെക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി വെക്കുന്ന ആശയത്തെ ജനങ്ങളുമായി സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോവുക. അത് കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ജനപ്രതി എന്നാൽ എല്ലാവരുടെയും ജനപ്രതിയാണ്. എന്തായാലും കേരളത്തിൽ വലിയ ചരിത്ര നേട്ടം, ഏതാണ്ട് 102 സീറ്റോളമുള്ള വലിയ ഭൂരിപക്ഷത്തിന് UDF അധികാരത്തിൽ വന്നു. 23,600 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നാദാപുരത്ത് ജയിക്കാൻ ഈ എളിവനായ എനിക്ക്, ഒരുപക്ഷെ ജയിക്കാനല്ല ജനങ്ങൾ എന്നെ ജയിപ്പിക്കാനും തീരുമാനിച്ചു. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന കക്ഷി രാഷ്ട്രീയത്തിനെല്ലാം അപ്പുറത്ത് ഇനി ഈ നാടിൻ്റെ ജനപ്രതിയാണ്. അവിടെ നാട്ടിലെ ആര് അവരുടെ ഒരു ആവശ്യം പറഞ്ഞ് എന്നെ സമീപിക്കാവുന്ന സാഹചര്യമുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നന്ദി പര്യടനം ഇനി 3 പഞ്ചായത്തിൽ ബാക്കിയാണ്. അപ്പം പോകുന്നിടങ്ങളിലെല്ലാം ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നാദാപുരത്തെ ഏറ്റവും മികച്ചൊരു നാദാപുരമാക്കി മാറ്റാൻ നമ്മൾക്ക് സാധിക്കണം. ഇന്നലകളിൽ ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പരാജയത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുൾപ്പെടെ നാടിൻ്റെ ഒരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് MLAയുടെ സേവനം ആവശ്യമെങ്കിൽ അവർക്ക് കടന്നു വരാൻ MLAയുടെ ഓഫീസ് വാതിലുകൾ തുറന്നിട്ടിരിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളെ കാണാനിടയായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിരിക്കുകയാണ്. ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് കടന്നു പോകുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കിനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. നാദാപുരത്തിൻ്റെ സമസ്ത മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ പുറകോട്ടെന്ന് പറഞ്ഞാൽ മിടുക്കരായ വിദ്യാർത്ഥികൾ ഉണ്ടെന്നിരിക്കെ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് എന്നതാണ് സൂചിപ്പിക്കപ്പെട്ടത്. ഇപ്പം +2 കഴിഞ്ഞൊക്കെ ഏറ്റവും മികച്ച മാർക്ക് നേടിയ നമ്മളുടെ കുട്ടികൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയിലെ പല സർവകലാശാലകളിലുമാണ്. ഡൽഹിയിലെ സർവകലാശാലകളിൽ, പഞ്ചാബിലെ സർവകലാശാലകളിൽ, ഹൈദരാബാദിൽ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളെ എടുത്ത് പരിശോധിച്ചാൽ ബഹുഭൂരിപക്ഷം വരുന്നത് നമ്മളുടെ നാദാപുരം, കുറ്റ്യാടി, വടകര മേഖലയിൽ നിന്നെല്ലാമുള്ള കുട്ടികളാണ്. ഏറ്റവും മികച്ച പഠന നിലവാരമുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തുടർന്ന് പഠിക്കാൻ സാഹചര്യമില്ലാതെ കേരളത്തിൻ്റെ പുറത്തേക്ക് പോകേണ്ടി വരികയാണ്. ഞാൻ പറയുന്നത് നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാക്കി നമുക്ക് നാദാപുരത്തെ മാറ്റാൻ എന്താണോ ഒരു ജനപ്രതിനിധിക്ക് സാധിക്കാൻ ഞാൻ ചെയ്യുമെന്നുള്ള ഉറപ്പ് ഈ നാടിന് നൽകിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ, ഊരുകളിൽ പോയപ്പോൾ, ഉന്നതികളിൽ പോയപ്പോൾ കുട്ടികൾ പലപ്പോഴും പഠനം അവസാനിപ്പിക്കുകയാണ്. വേണ്ടത്ര പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യങ്ങളില്ല, സാധ്യതയില്ല. ചില വീടുകളൊക്കെ ഇപ്പോഴും ആദിവാസി ഉന്നതികളുടെ വീടുകൾ ദയനീയമാണ്. ഇവർക്കൊക്കെ ഒരുപടി ഫണ്ട് വരുന്നുണ്ട്, അതൊക്കെ നല്ലപോലെ വിനിയോഗിച്ചാൽ ഗുണകരമാവുന്നൊക്കെ പല കോണുകളിൽ നിന്നും അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഈ വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ പലരും ഒന്നിനെപ്പറ്റിയും ബോധവാന്മാരല്ല. ഞാൻ ഈ നാടിൻ്റെ ഏറ്റവും അടിസ്ഥാന വർഗം നമ്മളുടെ കുഞ്ഞുങ്ങളും ആളുകളിലും ഒന്ന് ST ആദിവാസി മേഖലകളിലാണ്, SC സമൂഹത്തിലാണ്, പിന്നീട് വിവിധ മേഖലകളിലാണ്. ഇവരൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ആദ്യഘട്ടമായി ഈ മണ്ഡലത്തിലെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ ST വിദ്യാർത്ഥികൾക്കും ഒരു ഘട്ടമാണ് ST വിദ്യാർത്ഥികൾക്കും 1 മുതൽ 10 വരെയുള്ള പഠനോപകരണങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്ന രീതിയിൽ MLA കെയറിന് കീഴിൽ നടപ്പിലാക്കി വരികയാണ്. രണ്ടാമത് ഇപ്പം 1ാം ക്ലാസ്സിലെ മുഴുവൻ, മണ്ഡലത്തിലെ 1ാം ക്ലാസ്സിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും അതൊരു സ്നേഹപ്പൊതിയാണ്, ഒരു ചെറിയൊരു കിറ്റ് കൊടുത്ത് ആരംഭിച്ചു. മൂന്നാമത് ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപടി നമ്മൾക്ക് ചെയ്യാനുണ്ട്. ഞാൻ പ്രധാനമായി ഫോക്കസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസമാണ്, ആരോഗ്യമാണ്, കർഷകരുടെ പ്രശ്നമാണ്, മലയോര മേഖല, കർഷകരെന്ന് പറഞ്ഞാൽ മലയോര ജനതയുടെ പ്രശ്നമാണ്, ഈ നാടിൻ്റെ പ്രവാസി ക്ഷേമമാണ്, കുടിവെള്ള പ്രശ്നമാണ്. അങ്ങനെ എല്ലാ മേഖലകളും നമ്മൾ അടിയന്തരമായി ഏറ്റവും പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതിലേറ്റവും പ്രാധാന്യം കൊടുക്കുക വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമാണ് പ്രധാനമായും. അപ്പോൾ ആ വിദ്യാഭ്യാസ മേഖലയെ, നാദാപുരത്തിൻ്റെ വിദ്യാഭ്യാസത്തെ എങ്ങനെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള ചർച്ചകൾ അണിയറയിലുണ്ട്. അത് ഞാൻ വഴിയെ നിങ്ങളോട് പറയും. നിങ്ങളുടെയൊക്കെ ഒരു ചർച്ചയിൽ നിങ്ങളുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടാകണം. അപ്പം അതിൻ്റെ ഒരു ആദ്യപടിയായി ഈ നാദാപുരം മണ്ഡലത്തിലെ 10ാം ക്ലാസ്സും +2വും വിജയിച്ച, ഫുൾ A+ അല്ല, 10ാം ക്ലാസ്സും +2വും വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കാൻ പോവുകയാണ്. അത് ഫുൾ A+ കിട്ടിയ കുട്ടികളുണ്ട്, അവരെയും ആദരിക്കും. 10ഉം +2വും വിജയിച്ച മുഴുവൻ ആളുകളുണ്ട്, അവരെയും ആദരിക്കും. അപ്പം എല്ലാവരെയും ആദരിച്ച് എല്ലാവർക്കും ഇപ്പോൾ ജീവിതത്തിലൊരു ആദരം കിട്ടുക എന്ന് പറയുന്നത് മുന്നോട്ടുള്ള പോക്കിനൊരു ഊർജ്ജമാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ A+കൾ കുറഞ്ഞു പോയ ആളുകളുണ്ടാവും. അവർ നാളുകളിൽ അവരുടെ A+കൾ നേടണം. ഇനി ഫുൾ വിഷയങ്ങൾക്ക് A+ മാത്രം നേടിയിട്ട് കാര്യമില്ല, ജീവിതത്തിൽ A+ നേടണം. അപ്പോൾ അത്തരം ചില പദ്ധതികളൊക്കെ നമ്മളുടെ ചർച്ചകളിലുണ്ട്, അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അത് നിങ്ങളുടെയൊക്കെ സഹകരണത്തോടെ നാദാപുരത്ത് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഈ പരിപാടി ജൂൺ മാസം 7ാം തീയതി വരുന്ന ഞായറാഴ്ച, മറ്റന്നാളാണ്, നമ്മളുടെ കല്ലാച്ചിയിൽ രാഹുൽ ഗാന്ധി വന്ന ഗ്രൗണ്ടിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, മാരാർ, ആ ഗ്രൗണ്ടിൽ നടക്കുകയാണ്. അപ്പോൾ ജൂൺ മാസം
രാവിലെ 7-ാം തീയതി രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. നമ്മളൊരു 9:30യോടുകൂടി കുട്ടികൾക്കുള്ള ക്ലാസ് തുടങ്ങും. അതിൽ വെറും ഒരു ആദരം മാത്രമല്ല, കുട്ടികൾക്ക് മുമ്പോട്ട് പോകാൻ പ്രചോദനം നൽകുക എന്ന ലക്ഷ്യം വെച്ച് ജോസഫ് അന്നക്കുട്ടി ജോസാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്കറിയാം, എഴുത്തുകാരനാണ്, നല്ല കുട്ടികളുമായിട്ട് ഒരുപാട് കാഴ്ചപ്പാടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ജോസഫ് അന്നക്കുട്ടി ജോസ് വരികയാണ്. ഉദ്ഘാടകനായി ശ്രീ ഷാഫി പറമ്പിൽ MP ആണ്. വിശിഷ്ട വ്യക്തിത്വങ്ങളായി ഇപ്പോൾ ചന്തു സലീം കുമാർ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സിനിമകളിലൊക്കെ ഫെയിമായി വന്നിട്ടുള്ള ചന്തു സലീം കുമാർ വരികയാണ്. ശ്രീ ഷാഫി കൊല്ലം ആ പരിപാടിയിലേക്ക് വരികയാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജോസഫ് അന്നക്കുട്ടി ജോസ് വരികയാണ്. നമ്മളുടെ പാറക്കൽ അബ്ദുള്ളയും പ്രവീൺ കുമാറും ഉൾപ്പെടെയുള്ള MLA മാർ അങ്ങോട്ട് വരും. രമേശിയുടെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, 10 പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇവരെല്ലാം പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇവരെല്ലാം പരിപാടിയിലേക്ക് എത്തും. ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു ചുവടുവെപ്പാണ്. ആ രീതിയിൽ ഈ പരിപാടിയെ നാദാപുരത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള പദ്ധതി മാറുകയാണ്. യിലെ പദ്ധതികളുണ്ട്. അഭിരുചി ടെസ്റ്റുകളും കാര്യങ്ങളും അവർക്കുള്ള ട്രെയിനിങ്ങും, പിന്നെ കേവലം ഇപ്പോൾ നമുക്ക് കേരളത്തിലെ MLA മാർക്കൊക്കെ മാതൃകയായിരുന്നു ബഹുമാനപ്പെട്ട ശ്രീ കാന്തപുരത്ത്, ഇവിടെ നജീബ് കാന്തപുരം, പെരിന്തൽമണ്ണയുടെ MLA. IAS അക്കാഡമി, നമ്മൾ IAS അക്കാഡമി മാത്രമല്ല പല അക്കാഡമികളും നോക്കുകയാണ്. നമ്മൾ പല രീതിയിലും പല അക്കാഡമികളും ഉണ്ടാക്കാൻ നോക്കുകയാണ്. നാദാപുരത്തിൻ്റെ വിദ്യാഭ്യാസം ഉന്നമനം എന്നത് എൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ മുറുകെ പിടിക്കുന്ന മുദ്രാവാക്യങ്ങളൊന്നായിരിക്കും. നാദാപുരത്തിൻ്റെ സമഗ്ര മേഖലയിലും വിദ്യാഭ്യാസ പുരോഗതി.